പാലക്കാട്ടെ UDF ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് ഷാഫി പറമ്പിൽ MP. പിരായിരിയിൽ മുൻകാലങ്ങളെക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്തു. പാലക്കാട്ട് നിന്ന് നിയമസഭയിലേക്ക് ഒരാൾ പോകുന്നുവെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആയിരിക്കുമെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. കുറവ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്തൂർ പഞ്ചായത്തിൽ ചെറിയ വർധന വന്നിട്ടുണ്ട്. അതിൽ കണ്ണാടിയിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നഗരത്തിലാണ് വോട്ട് ഏറ്റവും കൂടുതലായിട്ട് കുറഞ്ഞിരിക്കുന്നത്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. 26,200 വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിരായിരിയിൽ പോൾ ചെയ്തിരിക്കുക. ഈ 3 തെരഞ്ഞെടുപ്പിൽ UDF ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. പാലക്കാട് ഒരു MLA ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയം ഞങ്ങൾക്ക് ആർക്കുമില്ല. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, ഈ വോട്ട് നഗരത്തിലെ വോട്ടിനെ പറ്റിയാണല്ലോ ഈ ചർച്ചയും തർക്കവും. ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു കണക്ക് PRD നൽകിയിട്ടുണ്ടോ? അങ്ങനെ ഒരു കണക്ക് നൽകാത്തത് കൊണ്ടാണ് ഈ ആശയക്കുഴപ്പമെന്ന് നേതാക്കളൊക്കെ പറയുന്നു. എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി? വിജയകുമാർ, PRD ഇന്ന് ഔദ്യോഗികമായ കണക്ക് നൽകിയിട്ടില്ല. PRD നൽകിയ കണക്കും ഒപ്പം മാധ്യമങ്ങളിൽ വന്ന കണക്കുമൊക്കെ തെറ്റാണ് എന്നാണ് ഇന്ന് VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്. നഗരസഭാ മേഖലയിൽ പോളിംഗ് 67% മാത്രമേ ഉള്ളൂ. 71 എന്ന കണക്ക് ശരിയല്ല എന്നാണ് ഈ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പിരായിരിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നത് ശരിയാണ്. 1% കുറവ് മാത്രമേ ഉള്ളൂ. പറയുന്നത് പോലെ 6-7% കുറവുണ്ടായിട്ടില്ല. എന്നാൽ ആകെ പോൾ ചെയ്ത വോട്ട് 26,200 വോട്ടാണ്. പിരായിരിയിൽ സമീപകാല തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം കൂടുതൽ പോൾ ചെയ്ത വോട്ടെടുപ്പ് ഇതാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു. നമുക്ക് കണ്ണാടിയിലും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്, മാത്തൂരിൽ ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ UDFന് ഏതെങ്കിലും തരത്തിൽ ആത്മവിശ്വാസം കുറയേണ്ട ഒരു സാഹചര്യമില്ല. പുറത്തു വന്ന കണക്കുകൾ ശരിയല്ല. യഥാർത്ഥത്തിൽ ഈ പോളിംഗ് ബൂത്തിൽ നിന്ന് ബാലറ്റ് അക്കൗണ്ട് കൃത്യമായി എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്ക് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കണക്ക് കൂട്ടുമ്പോഴുള്ള കണക്കാണ് തങ്ങൾ പറയുന്നത് എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ BJPയും ഒപ്പം ആൾ ചൂണ്ടിക്കാണിക്കുന്നത് പിരായിരിയിലടക്കം വോട്ട് കുറഞ്ഞു, അത് കോൺഗ്രസിന് ഭീഷണിയാകുമെന്ന കാര്യമാണ്. എന്നാൽ വസ്തുത ഔദ്യോഗികമായി ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ PRD പുറത്തുവിട്ടിട്ടില്ല. ഔദ്യോഗിക കണക്ക് PRD പുറത്തുവിട്ടിട്ടില്ല. പാലക്കാട് നഗരസഭയിൽ വോട്ട് കൂടി ശതമാനക്കണക്കിൽ വലിയ വർധനയുണ്ടായി എന്ന് BJPയും വോട്ട് കുറഞ്ഞു എന്ന് കോൺഗ്രസും പറയുകയാണ്. അതിൻ്റെ ഒരു വസ്തുത എവിടെ എന്നത് വിശദീകരിക്കേണ്ടത് ഒരുപക്ഷെ PRD ആണ്. അവരുടെ കണക്ക് വന്നിട്ടില്ല. പഞ്ചായത്ത് നഗരസഭ തിരിച്ചുള്ളത് അത് വൈകാതെ എത്തുമെന്ന് കരുതാം. ആ സമയത്ത് ഈ അവകാശവാദങ്ങളിൽ വസ്തുത എവിടെയാണ് എന്ന് ബോധ്യപ്പെടും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട്.